ഇടിച്ചക്കയും പാൽച്ചേമ്പും കൊണ്ടുള്ള ഒരു പുഴുക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ധനുമാസ തിരുവാതിരയ്ക്കാണ് ഞാൻ ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കാലങ്ങളായി വീട്ടിൽ വയ്ക്കാറുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുവിധം മൂത്ത ഇടിച്ചക്കയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലൊരു കുരു ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു ചക്ക എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ തോല് കളഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇതേപോലെ അരിഞ്ഞ ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പാൽച്ചേമ്പ് കൂടി ചേർത്ത് ഈ ഒരു പുഴുക്ക് തയ്യാറാക്കാം. എൻ്റെ തൊടിയിലുണ്ടായ പാൽച്ചേമ്പാണിത്. ഇനി ഇത് മണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല പോലെ കഴുകിയെടുത്ത് ഇതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് നുറുക്കിയെടുക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചേമ്പ് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് വെള്ളം, മുങ്ങാൻ പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഏറരുത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ചേമ്പ് വേവിച്ചെടുക്കാം. അരപ്പിനായിട്ട് ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത 4 പച്ചമുളക്. 1/4 ടീസ്പൂൺ ചെറുജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു അരമുറി വലിയ നാളികേരത്തിൻ്റെ ഒരു അരമുറി നാളികേരവും ചിരവി എടുത്തിട്ടുണ്ട്. ഇത് അധികം അരയണ്ട, ഒരുവിധം അരയുകയും വേണം. ഇതാണ് ചേമ്പ് പുഴുക്കിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചേമ്പൊക്കെ ഇങ്ങനെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. തീയെ താഴ്ത്തി കൊടുക്കണേ. ഇങ്ങനെ അധികം അരയാത്ത ഒരു പരുവമാണ്, എന്നാൽ അരച്ചിട്ടുമുണ്ട്. ഇതിനി നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പുള്ളത് കൊണ്ട് ചേമ്പിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ചേമ്പിലേക്ക് പാകമുള്ളത് ഉപ്പ് മാത്രം ഇട്ടാൽ മതിയാകും. ഇനി ഇതൊന്ന് കുറഞ്ഞ തീയിലൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ വശത്തും ഇതിൻ്റെ അരപ്പ് എത്തും വിധം. നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ആഹാ, നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. നല്ല പോലെ വേവണം. ചക്കയും അതെ, ചേമ്പും അതെ. അതേപോലെ നാളികേരം ചേർത്തിട്ട് ആ നാളികേരവും കൂടി ഒന്ന് വേവണം. ഇനി ഇതിലേക്ക് നമുക്ക് കറുവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് തീയെ ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് ഇത് കറുവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആവും വിധം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സ്വാദുള്ള ഒരു പുഴുക്കാണിത്. ധനുമാസ തിരുവാതിരയ്ക്ക് ഞാൻ എല്ലാ വർഷവും ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കാറുണ്ട്. കൂടെ തന്നെ കൂവ വിരകും പിന്നെ എല്ലാം കൂടിയുള്ള പുഴുക്കും ഉണ്ടാക്കലുണ്ട്. മുതിരയും കാവത്തും ഒക്കെ ഇട്ടിട്ടുള്ളതും ഉണ്ടാക്കലില്ല. എന്നാലും അധികം എനിക്കിഷ്ടം ഈ ഒരു പുഴുക്കാണ്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.